ലോകം ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നിർമ്മിത ബുദ്ധി നിരവധിയായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഒട്ടേറെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ പ്രതിഫലനം നമ്മൾ കേരളത്തിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അടക്കം വലിയ തോതിൽ ആളുകളെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളൊന്ന് യുദ്ധ പശ്ചാത്തലമാണ്, മറ്റൊന്ന് ഇത്തരം ജോലികളൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നിർമ്മിത ബുദ്ധിയിലേക്ക് നമ്മൾ മാറുന്നു. അപ്പോൾ മനുഷ്യൻ്റെ അധ്വാനം ആവശ്യമില്ലാത്ത കാലഘട്ടമാണിത്. അവിടെയാണ് കോറോഹലത്തിലെ ജീവനക്കാരെ ഉൾപ്പെടെ മറ്റ് ചില സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ അവർ ചെയ്യുന്ന തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളല്ല ഇത് എന്ന പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ജിടെക് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ആളുകളെ മാറ്റി നിയമിക്കാം എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് പുരോഗമിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ കോറോ ഹെൽത്തിൽ ചെയ്യുന്ന ജോലിയോ അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസോ ഒന്നുമല്ല ഇത്തരം സ്ഥാപനങ്ങളിൽ ആവശ്യമെന്നുള്ളതാണല്ലോ. എത്രത്തോളം വലിയ തൊഴിൽ പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്? മറ്റവസരങ്ങൾ കൂടി ഇല്ലാതാകുന്ന സാഹചര്യമാണോ ഉള്ളത്? അഭിലാഷ്, ജിടെക് 250ഓളം കമ്പനികളുടെ അസോസിയേഷനാണ് ഇതുമായി ബന്ധപ്പെട്ടത്. കോറോ ഹെൽത്തിൽ നിന്നും പിരിച്ചുവിടൽ നടപടി നേരിട്ടിട്ടുള്ള ആൾക്കാരെ അവിടേക്ക് അക്കോമഡേറ്റ് ചെയ്യാമെന്നാണ് വ്യവസായ മന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം കോറോ ഹെൽത്തിലെ പ്രതിനിധികൾ, അതായത് അവർ ചെയ്യുന്ന ജോലിയുമായി റിലേറ്റഡ് അല്ലാത്തുള്ള കമ്പനികളാണ് നിലവിൽ ജിടെക്കിലുള്ളത്. അതുകൊണ്ട് തന്നെ വ്യവസായ മന്ത്രിയുമായും അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അത്തരം ഡിസ്കഷൻസ് ഉണ്ടാകണം. തങ്ങളെ എവിടേക്ക് അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകണം. അതിനുശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പ്രതികരിക്കാനാകൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് കോറോ ഹെൽത്തിലെ ജീവനക്കാരുള്ളത്. എന്തായാലും നിലവിൽ ഇന്നും അവർ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ ഓഫീസിലെത്തി ജീവനക്കാർ സൈൻ ചെയ്തു പോകുന്നുണ്ട്. അവരുടെ ബയോമെട്രിക് മറ്റ് സംവിധാനങ്ങളൊക്കെ കമ്പനി കട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും ഹാജർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആ ഹാജർ നടപടിക്രമങ്ങൾ തുടരുന്നുണ്ട്. 20-ാം തീയതി വീണ്ടും ഡിസ്കഷനുണ്ട്. തൊഴിൽ മന്ത്രിയുമായിട്ടും ഈ കമ്പനി അധികൃതർ കൂടിക്കാഴ്ച നടത്തി അതിൽ വീണ്ടും ഒരു അന്തിമ തീരുമാനം എത്തൂ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തതയുള്ള. ഹൈക്കോടതി വരെ ഇടപെട്ട കേസാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള പിരിച്ചുവിടൽ നടപടികളുമായി നേരിട്ടുള്ള ജീവനക്കാരുടെ ഡാറ്റ കളക്ട് ചെയ്യുകയാണ് എന്തായാലും വ്യവസായ വകുപ്പ്. ഈ IT സ്ഥാപനങ്ങളുടെ കമ്പനികളുടെ അസോസിയേഷനായിട്ടുള്ള ജിടെക്കുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ടവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് വ്യവസായ വകുപ്പ് ആലോചിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കമായി വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ കോറോ ഹെൽത്തിലെ ജീവനക്കാർ അവരെ സംബന്ധിച്ചിട്ട് അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറോ അതല്ലെങ്കിൽ ജോലിയുടെ സ്വഭാവമുള്ള കമ്പനികളോ ഈ ജിടെക്കിൽ ഇല്ല, ജിടെക്കിൻ്റെ അസോസിയേഷനിൽ ഇല്ല എന്നുള്ള കാര്യമാണ് അവർ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ക്ലാരിറ്റി വരണം എന്നുള്ള നിലപാടിലാണ് നിലവിൽ ജിടെക്കിലെ കോറോ ഹെൽത്തിലെ ജീവനക്കാർ. അഭിലാഷ്. യെസ്, ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. പ്രിയ പ്രേക്ഷകരെ, കേരളത്തിൽ ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അന്താരാഷ്ട്ര തലത്തിലടക്കം ലോകവ്യാപകമായി AI വലിയ തോതിലുള്ള ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ആ ആശങ്കയിൽ നിന്നുള്ള പരിഹാരം എന്നത് അത്തരം സാധ്യതകൾക്ക് കുറച്ചുകൂടി സമയം നൽകുക എന്നുള്ളതാണ്. ഏറ്റവും കൗതുകകരമാകുന്ന ഒന്ന് എന്നത് AI പോലെയുള്ള സാങ്കേതിക വിദ്യകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുകയും അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരും ആണ് ഇപ്പോൾ ഒരു സംഘടിത രൂപത്തിൽ എത്തുകയും AI ഈ നിലയിൽ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യരുത്, പ്രാവർത്തികമാക്കരുത് എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.